നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഒരു മാസത്തോളം നീണ്ട വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. എറണാകുളം ജില്ലയിൽ ഉച്ചവരെ 50% പോളിംഗ്. വടക്കൻ മേഖലയിലും തൃശൂർ അടക്കമുള്ള മധ്യമേഖലയിലും ഇന്ന് കൊട്ടിക്കലാശത്തിന്റെ ആഘോഷത്തിമർപ്പ്. റോഡ് ഷോകളും ബൈക്ക് റാലികളും ബാൻഡ് വാദ്യമേളങ്ങളും അടക്കം ഒരുക്കി മുന്നണികൾ. വാർത്തകൾ വിശദമായി. ഒരു മാസത്തോളം നീണ്ട വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനു ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചു. 579 തദ്ദേശ സ്ഥാപനങ്ങളിലെ 11,168 വാർഡുകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. വൈകുന്നേരം 6 വരെയാണ് വോട്ടെടുപ്പ്. ആദ്യഘട്ടത്തിൽ 471 ഗ്രാമപഞ്ചായത്തുകളിൽ 8,310 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. 75 ബ്ലോക്ക് പഞ്ചായത്തുകളിലായി 1,090 സ്ഥാനാർത്ഥികളും 7 ജില്ലാ പഞ്ചായത്തുകളിൽ 164 പേരും മത്സരിക്കുന്നു. 39 മുനിസിപ്പാലിറ്റികളിൽ 1,371 പേരും തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി കോർപ്പറേഷനുകളിലായി 233 പേരും മത്സര രംഗത്തുണ്ട്. എറണാകുളം ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. ഉച്ചവരെ 50% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 72 പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിൽ ആകെ 26,67,746 വോട്ടർമാരാണുള്ളത്. ഇതിൽ 12,79,170 പുരുഷ വോട്ടർമാരും 13,88,544 സ്ത്രീ വോട്ടർമാരും 32 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടുന്നു. എറണാകുളം ജില്ലയിലെ 111 തദ്ദേശ സ്ഥാപനങ്ങളിൽ 2,220 വാർഡുകളിലായി 7,374 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. ജില്ലയിലാകെ 3,021 പോളിംഗ് സ്റ്റേഷനുകളാണ് വോട്ടെടുപ്പിനായി സജ്ജമാക്കിയിരിക്കുന്നത്. പോളിംഗ് സ്റ്റേഷനുകളിലേക്കുള്ള സാമഗ്രികളുടെ വിതരണം ഇന്നലെ പൂർത്തിയായി. 7,490 ബാലറ്റ് യൂണിറ്റുകളും 3,036 കൺട്രോൾ യൂണിറ്റുകളും തെരഞ്ഞെടുപ്പിനായി സജ്ജീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി റിസർവ് ജീവനക്കാർ ഉൾപ്പെടെ 14,544 പേരെയാണ് പോളിംഗ് ബൂത്തുകളിൽ നിയോഗിച്ചിട്ടുള്ളത്. മറ്റു തെരഞ്ഞെടുപ്പ് ജോലികൾക്കായി 10,000-ഓളം ഉദ്യോഗസ്ഥരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 72 പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മീഡിയ ടൈം, കൊച്ചി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ 7 ജില്ലകളിൽ കനത്ത പോളിംഗ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത്. വികസനം കാര്യമായി ചർച്ചയാകാതെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിലൂന്നിയായിരുന്നു ആദ്യഘട്ടത്തിലെ തെരഞ്ഞെടുപ്പ്. 3 മുന്നണികൾക്കും അതീവ നിർണായകമായ തെരഞ്ഞെടുപ്പ് 5 മാസത്തിനപ്പുറം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബലപരീക്ഷണമായാണ് മുന്നണികൾ കണക്കുകൂട്ടുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പായി സാമൂഹ്യക്ഷേമ പെൻഷൻ വർധന ഉൾപ്പെടെയുള്ള ക്ഷേമ നടപടികൾ പ്രഖ്യാപിച്ചുകൊണ്ടും പ്രചരണരംഗത്ത് വികസന പ്രവർത്തനങ്ങൾ എണ്ണിപ്പറഞ്ഞുമാണ് LDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ശബരിമല സ്വർണ്ണമോഷണം തെരഞ്ഞെടുപ്പ് വിഷയമായി UDF ഉയർത്തിക്കാട്ടിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന പരാതിയും പോലീസ് നടപടികളുമായിരുന്നു LDFിൻ്റെ പ്രതിരോധം. വികസന രംഗത്തെ മുരടിപ്പും UDF ഉയർത്തിക്കാട്ടി. ശബരിമല വിഷയത്തിൽ BJP പക്ഷേ വലിയ ആവേശം കാട്ടിയില്ല. പേരുദോഷം വരാതിരിക്കാൻ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശബരിമല കത്തിച്ചാൽ അതിൻ്റെ പ്രയോജനം UDFിന് പോകുമോ എന്ന ആശങ്കയാകാം കാരണം. വികസനത്തിലൂന്നിയായിരുന്നു BJPയുടെ തുടക്കം മുതലുള്ള പ്രചാരണം. 7 ജില്ലകളിൽ ഇന്ന് വോട്ടെടുപ്പ് നടക്കുമ്പോൾ അവശേഷിക്കുന്ന 7 ജില്ലകളിൽ ഇന്ന് വൈകുന്നേരം പരസ്യപ്രചരണം അവസാനിക്കും. വ്യാഴാഴ്ചയാണ് ഈ ജില്ലകളിൽ വോട്ടെടുപ്പ്. മീഡിയ ടൈം, കൊച്ചി. സംസ്ഥാനത്തിന്റെ തെക്കൻ മേഖല ഇന്ന് വോട്ടെടുപ്പിന്റെ ചൂടിൽ. എന്നാൽ വടക്കൻ മേഖലയിലും തൃശൂർ അടക്കമുള്ള മധ്യമേഖലയിലും ഇന്ന് കൊട്ടിക്കലാശത്തിന്റെ ആഘോഷത്തിമർപ്പാണ്. റോഡ് ഷോകളും ബൈക്ക് റാലികളും ബാൻഡ് വാദ്യമേളങ്ങളും അടക്കം ഒരുക്കിയാണ് മുന്നണികൾ രംഗത്തെത്തുന്നത്. തൃശൂർ അടക്കമുള്ള മധ്യമേഖലയിലും ഇന്ന് കൊട്ടിക്കലാശത്തിന്റെ ആഘോഷത്തിമർപ്പ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്നാണ് പ്രചാരണത്തിന്റെ കലാശക്കൊട്ട്. മേഖലയിൽ ഇന്ന് വൈകിട്ട് 6ഓടെ പരസ്യ പ്രചാരണത്തിന് സമാപനമാകും. ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ കോർപ്പറേഷൻ, നഗരസഭ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ കൊട്ടിക്കലാശം നടക്കും. വിവിധ മുന്നണികളുടെ സ്ഥാനാർത്ഥികളും പ്രവർത്തകരും ആവേശത്തോടെ ബാൻഡ് മേളങ്ങളും വർണ്ണക്കുടകളുമേന്തി കൊടി പാറിപ്പിച്ചും നിറപ്പകിട്ടുകൾ ചാർത്തിയും പ്രചാരണത്തിന്റെ അവസാന നിമിഷങ്ങൾ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിക്കും. റോഡ് ഷോകളും ബൈക്ക് റാലികളും ബാൻഡ് വാദ്യമേളങ്ങളും അടക്കം ഒരുക്കിയാണ് മുന്നണികൾ രംഗത്തെത്തുന്നത്.
സംഘർഷമൊഴിവാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ നടക്കുന്ന കലാശക്കൊട്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കും. പ്രകടനങ്ങൾ അതിരുവിട്ടാൽ കടുത്ത നിയമ നടപടികൾ വ്യക്തികളും മുന്നണികളും നേരിടേണ്ടി വരും. മീഡിയ ടൈം, തൃശൂർ. അകക്കണ്ണിന്റെ വെളിച്ചത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിറഞ്ഞു നിന്ന് കൊടകര സ്വദേശി വിനോദ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് വേണ്ടിയാണ് വിനോദ് മൈക്ക് കയ്യിലെടുത്തത്. കൊടകര പഞ്ചായത്തിന്റെ മുക്കിലും മൂലയിലും ഇപ്പോൾ വിനോദിന്റെ ശബ്ദം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊടകര കുന്നത്തറ സ്വദേശി കുന്നപ്പിള്ളി വീട്ടിൽ വിനോദാണ് തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണ രംഗത്ത് വാഹനങ്ങളിൽ ഉച്ചഭാഷണിയിൽ അനൗൺസ്മെന്റുമായി രംഗത്തുള്ളത്. 1989 മുതലുള്ള എല്ലാ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും കൂടാതെ സഹകരണ ബാങ്കുകളുടെ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിനു വേണ്ടി പ്രചരണ രംഗത്ത് മൈക്ക് കയ്യിലെടുത്തിട്ടുണ്ടെന്ന് വിനോദ് പറഞ്ഞു. ഇതൊരു ഒരു ഉത്സവം പോലെയാണ്. ഈ അനൗൺസ്മെന്റ് കയറുക എന്നുള്ളതൊരു സന്തോഷമാണ്. അതൊരു ദിവസം വിളിക്കാതിരിക്കുമ്പോഴാണ് നമുക്കൊരു വിഷമം തോന്നുന്നത്. അങ്ങനെ മറ്റ് പ്രതിഫലേശിയൊന്നും കൂടാതെ നമ്മുടെ പ്രസ്ഥാനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ശാരീരികമായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായം എന്നുള്ള നിലയിലാണ് ഞാൻ ഇതിനെ കാണുന്നത്. അല്ലാതെ ഇതിനകത്ത് നമ്മൾ വലിയ പ്രൊഫഷണലായിട്ടൊന്നുമല്ല. ഉള്ളത് ഭംഗിയായി ചെയ്തു കൊടുക്കുക, അത് നമ്മുടെ പ്രസ്ഥാനത്തിന് ഗുണകരമായ രീതിയിൽ നമുക്ക് കിട്ടിയ അറിവുകളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട്, അതായത് ഈ സംഘടനയിൽ നിന്നുകൊണ്ട് സംഘടനയ്ക്ക് ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് കിട്ടിയ അറിവുകളും മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാകുന്ന ഈ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള അറിവുകളൊക്കെ പങ്കുവെച്ച് ജനങ്ങളിലേക്ക് ഈ പ്രചാരണ പ്രവർത്തനങ്ങൾ എത്തിക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഇതിനിറങ്ങിത്തിരിക്കുന്നത്. മറ്റ് പ്രതിഫലേശയൊന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല. അതൊരു ഉത്സവം പോലെ അങ്ങനെ വർഷങ്ങളായി തുടർന്ന് പോകുന്നു. എത്ര വർഷമായെന്ന് വെച്ചാൽ എനിക്ക് പുറമെ ഏതാണ്ട് 89-ലാണ് ഞാനിവിടെ വരുന്നത്. കൊടകര ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കാനായിട്ട് എത്തുന്നത്. ഏതാണ്ട് ആ ഒരു കാലഘട്ടം മുതൽ ഞാൻ ഈ രംഗത്ത് മിക്കവാറും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലായാലും നിയമസഭയിലായാലും ലോകസഭയിലായാലും ഈ സൊസൈറ്റി തെരഞ്ഞെടുപ്പിലായാലും ഒക്കെ തന്നെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും സജീവമായിട്ട് ഈ രംഗത്തുണ്ടാവാറുണ്ട്. 11 വർഷക്കാലം കൊടകരയിലെ പ്രൊവിഡൻസ് കോളേജിൽ മലയാളം അധ്യാപകനായും ജോലി ചെയ്തിട്ടുള്ള ഇദ്ദേഹം തന്റെ പരിമിതികളെ മറികടന്ന് തബലയിലും മൃദംഗത്തിലും മിമിക്രിയിലും ഗാനമേളയിൽ അടക്കം തന്റേതായ കഴിവുകൾ പ്രകടിപ്പിച്ച് ജനശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. അന്തരിച്ച കലാഭവൻ മണിയുടെ അടുത്ത സുഹൃത്തും കൂടിയാണ് വിനോദ് എന്ന് നാട്ടുകാരനും സുഹൃത്തുമായ അഫ്സൽ പറഞ്ഞു. വിനോദേട്ടനെ കുറിച്ച് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആളെൻ്റെ ഒരു ചേട്ടനാണ്, സഹോദരനാണ്. ഇടയ്ക്കിടയ്ക്ക് നല്ല ചീത്തം പിടിക്കും. പിന്നെ അതിലുപരി എൻ്റെ മാഷാണ്. എൻ്റെ ഡിഗ്രിക്ക് പ്രൊവിഡൻസ് കോളേജിലെ മലയാള അധ്യാപകനായിരുന്നു. പിന്നെ അദ്ദേഹം നല്ലൊരു കലാകാരനാണ്. ഗാനമേള അദ്ദേഹം ഒരു നാടൻ പാട്ട് ഗ്രൂപ്പിൽ സ്ഥിരം പാടുന്ന ആളാണ്. പിന്നെ ചിലപ്പോഴൊക്കെ ഞാനും ചില ഗാനമേളയ്ക്ക് ഞങ്ങൾ ഒപ്പം പാടാറുണ്ട്. പിന്നെ നന്നായിട്ട് മൃദംഗം വായിക്കും. നല്ല അസൽ പ്രാസംഗികനാണ്. മിമിക്രി ആർട്ടിസ്റ്റാണ്. നമ്മുടെ കലാഭവൻ മണിച്ചേട്ടനൊപ്പമൊക്കെ ചെയ്തിട്ടില്ലേ ചേട്ടാ? മണിച്ചേട്ടൻ്റെ ഒപ്പം ആദ്യകാല മിമിക്രി മണിച്ചേട്ടൻ്റെ സുഹൃത്താണ്. മണിച്ചേട്ടൻ അറിയാം. മണിച്ചേട്ടൻ പേരെടുത്ത് വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷത്തിന് വേണ്ടിയാണ് വിനോദ് മൈക്ക് കയ്യിലെടുത്തത്. കൊടകര പഞ്ചായത്തിന്റെ മുക്കിലും മൂലയിലും ഇപ്പോൾ വിനോദിന്റെ ശബ്ദം അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. മീഡിയ ടൈം, കൊടകര. പ്രധാന വാർത്തകൾ വീണ്ടും. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.